ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ജേർണലിംഗ് സപ്ലൈസ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ ഓരോ സപ്ലൈസസ് ഓരോ വീഡിയോസാക്കി ഇടാം കേട്ടോ, അതായത് ഓരോ ഷോർട്സാക്കി ഞാൻ ഇടാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റിക്കേഴ്സിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്റ്റിക്കേഴ്സിന് വേണ്ടി കുറച്ച് പിക്ചേഴ്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ ട്രേസ് എടുക്കാം. ഫോണിൻ്റെ മുകളിൽ പേപ്പർ വെച്ചിട്ട് ട്രേസ് എടുക്കാം. ട്രേസ് എടുക്കുന്ന സമയത്ത് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ട്രേസ് എടുക്കാൻ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. വേഗം വരച്ചെടുക്കാൻ പറ്റും, കുറച്ചും കൂടെ ബെറ്റർ അതായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് വരച്ചു എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് പിക്ചേഴ്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. കവായി വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഗേൾ പിക്ചേഴ്സ് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് പിക്ചേഴ്സ് എടുത്തിട്ടുണ്ട്. കുറച്ച് ആനിമൽസിൻ്റെ എടുത്തിട്ടുണ്ട്, ഒരു ബോ, ഒരു ക്ലൗഡ്, റെയിൻബോ, അങ്ങനെ കുറച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് വരച്ചതിന് ശേഷം കളറൊക്കെ കൊടുത്ത് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് പേജ് ചെറുതായിട്ടൊന്ന് വിട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ സ്റ്റിക്കേഴ്സ് 2 വേസിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. 2 ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ആദ്യം ബട്ടർ പേപ്പർ എടുത്തിട്ട് അങ്ങനെ വേണ്ട പിക്ചേഴ്സൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ സെല്ലോ ടേപ്പ് ഫുള്ളായിട്ട് അങ്ങോട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഫുള്ള് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് വേണ്ട ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഓരോ പിക്ചേഴ്സ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അത് ഫുള്ള് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാണ്ട് കുറച്ച് ബട്ടർ പേപ്പർ ഇങ്ങനെ വിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. കാരണം അവിടെയാണ് നമ്മൾ ടേപ്പ് കറക്റ്റായിട്ട് സ്റ്റിക്ക് ചെയ്ത് നിൽക്കണമെങ്കിൽ ടേപ്പ് വേണം, അത് കാരണം. പിന്നെ വേറൊരു വേ ഇങ്ങനെയാണ്, സെല്ലോ ടേപ്പ് എടുത്തിട്ട് അതിൽ പിക്ചർ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇത് എൻ്റെ ചെറിയ സെല്ലോ ടേപ്പ് ആയതാണ്, പിക്ചർ ഫുള്ളായിട്ട് അതിൽ കവറാവില്ല. അപ്പം ഞാൻ 2 പ്രാവശ്യം ആക്കിയിട്ടൊക്കെയാണ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ബട്ടർ പേപ്പറിലോ ട്രാൻസ്പാരൻ്റ് ഷീറ്റിലോ ഒട്ടിക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ട്രാൻസ്പാരൻ്റ് ഷീറ്റിലാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 ഏത് വേസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ബട്ടർ പേപ്പറിൽ ഒട്ടിക്കുന്നുണ്ട്, ട്രാൻസ്പാരൻ്റ് ഷീറ്റിൽ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നമുക്ക് കുറച്ച് പാറ്റേൺ പേപ്പേഴ്സൊക്കെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ, അടുത്ത വീഡിയോസിലൊക്കെ. ഇപ്പോൾ കണ്ടോ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഗൈസ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കൽ. സിമ്പിളാണ്. ജേർണലിങ്ങിനൊക്കെ എന്തായാലും സെറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കണ്ടു, ഇതിൽ ബട്ടർ പേപ്പറിൽ ഇങ്ങനെ എടുത്ത് സ്റ്റിക്ക് ചെയ്താൽ മതി, ഇതുപോലെ ഒട്ടിച്ചാൽ മതി. സൂപ്പർ ക്യൂട്ട് ആൻഡ് നൈസ് ആയിരിക്കും കേട്ടോ ഗൈസ് കാണാൻ. ഞാൻ അതുപോലെ കുറച്ച് എടുത്ത് ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ ഒട്ടിച്ചത് ഇങ്ങനെയും ബട്ടർ പേപ്പറിൽ ഒട്ടിച്ചത് അങ്ങനെയായിരുന്നു. അപ്പോൾ ബായ്, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.